പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നത് ചിലർ. അങ്ങനെ നാണം കെട്ട് നടക്കേണ്ട ഒരു പദവിയല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം. അതിന് ഇനിയും സമയമുണ്ട്. ആ സമയം വരുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ സ്ഥാനങ്ങൾക്കൊരു വിനയായി മാറുമെന്ന് നമ്മളാരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അതുകൊണ്ട് 33% സംവരണം സ്ത്രീകൾക്ക് കൊടുക്കണം. അത് കൊടുത്തേ മതിയാകൂ. പക്ഷേ അത് പുനർനിർണയത്തിലൂടെയോ അല്ലെങ്കിൽ പുതിയ സെൻസസിലൂടെ ആകാൻ പാടില്ല. 543 അംഗങ്ങളിപ്പം നിലവിലുണ്ട്. അതിൻ്റെ 33% സംവരണം സ്ത്രീകൾക്ക് കൊടുക്കണമെന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെടുന്നതുകൊണ്ട് ഈ വനിതാ ബില്ലിനെ നമ്മൾ അനുകൂലിക്കും. അതോടൊപ്പം പുനർനിർണയത്തെയും സെൻസസിനെയും നമ്മൾ ശക്തമായി എതിർക്കും. ഒരു കാരണവശാലും ഇതിപ്പോൾ 131ാമത്തെ പാർലമെൻറ്റ് അമെൻമെൻറ്റാണ് വരുന്നത്. അപ്പോൾ ഭരണഘടന അമെൻഡ് ചെയ്യാതെ ഒരിക്കലും ഈ ബില്ല് പാസ്സാക്കാൻ പറ്റില്ല. അപ്പോൾ 131ാം ഭരണഘടനാ അമെൻമെൻറ്റ് അതിനെ ശക്തിയുക്തം എതിർത്ത് വോട്ട് ചെയ്ത് അതിനെ പരാജയപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഒരു കാര്യം കൂടെ, ഇപ്പോൾ മൊത്തം ചർച്ച കോൺഗ്രസിലെ മുഖ്യമന്ത്രിയെ കുറിച്ചാണ്. സോഷ്യൽ മീഡിയയിലും കേരളം മൊത്തം കെ സുധാകരനെ പോലുള്ള മുതിർന്ന നേതാക്കൾ തന്നെ ഫേസ്ബുക്കിൽ കെ.സി. വേണുഗോപാലിന് അനുകൂലമായിട്ട് പ്രതികരിച്ചു. റോമാ നഗരം വെന്തെരിയുമ്പോൾ നീറോ ചക്രവർത്തി വീണ വായിച്ചു എന്നൊരു ചൊല്ലുണ്ട്. ഇതിപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്നത് 3 ദിവസം സകല പരിപാടികളും റദ്ദ് ചെയ്ത് വന്നിരിക്കുന്നത് വനിതാ ബില്ലിനെ കുറിച്ച് ചർച്ച ചെയ്യാനാണ്. കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വോട്ട് പെട്ടിയിലാണ്. 4-ാം തീയതിയാണ് വോട്ടെണ്ണൽ. ഇനി അതൊക്കെ ചർച്ച ചെയ്യാൻ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. പക്ഷേ ഇന്ന് ഈ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങൾ അനാവശ്യമാണ്. പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നത് ചിലർ. അങ്ങനെ നാണം കെട്ട് നടക്കേണ്ട ഒരു പദവിയല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം. അതിന് ഇനിയും സമയമുണ്ട്. ആ സമയം വരുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പ്രതികരിക്കാം.